അറബ് രാജ്യങ്ങളുടെ ചെഗുവേര എന്ന് തന്നെ ഒരു വിഭാഗം മാധ്യമങ്ങൾ വിളിച്ചിട്ടുള്ള നസ്രുള്ള കൊല്ലപ്പെട്ടിട്ട് 2 ദിവസമാകുന്നു. എങ്ങോട്ടാണ് പശ്ചിമേഷ്യ പോകുന്നത്? ഈ വിഷയനോട് ഇന്ന് സംസാരിക്കാനുള്ളത് ജോൺസേട്ടനാണ്. 1982 ഹിസ്ബുള്ള രൂപീകരിക്കുന്നത്. 92 ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട നസ്രുള്ള അധികാരമേൽക്കുന്നത്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ഒരേക പരാജയം എന്ന് പറയാവുന്നത് സദേൺ ലെബണനിൽ നിന്ന് അവരെ തുരത്തി ഓടിക്കാൻ നേതൃത്വം നൽകിയ ഒരു ജനറൽ സെക്രട്ടറി ആയിരുന്നു നസ്രുള്ള. നസ്രുള്ളയുടെ കൊലപാതകത്തിലൂടെ ഹിസ്ബുള്ള അവസാനിച്ചുവോ? ഹിസ്ബുള്ളയുടെ പിന്നില് ശക്തി കേന്ദ്രം എന്ന് പറഞ്ഞ ഇറാനാണ്. അപ്പോൾ ഇറാന്റെ ശക്തി ക്ഷയിക്കുന്നത് വരെ ഹിസ്ബുള്ള ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം ഇറാനിൽ നിന്ന് ഈ സിറിയ വഴി ഹിസ്ബുള്ളയ്ക്ക് കിട്ടുന്ന സഹായ സെറ്റപ്പ് മുഴുവനും തകർത്ത് തരിപ്പണമാകുന്നവരെ ഹിസ്ബുള്ള ചൊറിഞ്ഞുകൊണ്ടിരിക്കും. കാരണം ഒരടിക്ക് ഹിസ്ബുള്ളേനെ അവസാനിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഹമാസുമായി ഇസ്രായേൽ യുദ്ധം തുടങ്ങിയിട്ട് 1 വർഷത്തോളമായി. പൂർണ്ണമായി ഹമാസിനെ കീഴ്പ്പെടുത്താൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഹമാസിന്റെ കൈകളിൽ ഇസ്രായേലിലെ ബന്ദികളുണ്ടായിരുന്നു. ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇസ്രായേലിന്റെ ബന്ദികൾ ആരുമില്ല. അതുകൊണ്ട് ഇസ്രായേലിന് ഹിസ്ബുള്ളയ്ക്കെതിരെ കണ്ണും പൂട്ടിയുള്ള ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹമാസിനെ നേരിട്ട ഒരു രീതിയായിരിക്കില്ല ഹിസ്ബുള്ളയുടെ അടുത്ത്. അത് നമുക്ക് ഒരു ആഴ്ച കൊണ്ട് തന്നെ വ്യക്തമായതാണ്. ഇസ്രായേലിന് ജീവിച്ചു പോയേ പറ്റൂ. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിൽ സർവശക്തി ഉള്ള പഴയ പേർഷ്യൻ സാമ്രാജ്യം അത് സ്ഥാപിച്ചെടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലാണ്. ഇസ്രായേലിനെ തോൽപ്പിക്കുന്നവനാണ് പേർഷ്യയിലെ രാജാവ്. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഇറാൻ മുന്നോട്ട് പോകുന്നത്. ഇറാനെ ഇസ്രായേലിനെ നേരിട്ട് അറ്റാക്ക് ചെയ്യാനായിട്ട് കരമാർഗം സാധ്യമല്ല. കാരണം ഇറാൻ്റെ അപ്പുറത്ത് ഇറാഖ് ഉണ്ട്, പിന്നെ ജോർദാൻ, അപ്പുറത്ത് സിറിയ, ലെബനനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ഒക്കെ പാലൂട്ടി വളർത്തി ഇസ്രായേലിൻ്റെ ശക്തി ക്ഷയിപ്പിച്ചതിന് ശേഷം ഒരു അറ്റാക്കിനാണ് ഇറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ അവസ്ഥയിൽ 1 വർഷത്തോളമായി ഇസ്രായേൽ ഹമാസുമായും ഇപ്പോൾ ഹിസ്ബുള്ളയുമായും അതോടൊപ്പം തന്നെ യമനിലെ വിവിധ ഹൂതികളുമായും ഇസ്രായേൽ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്തും ഇറാൻ ചാടി വീഴാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ധൈര്യം അവർക്കുണ്ടോ എന്ന് മാത്രമാണ് ഇപ്പോഴത്തെ ചർച്ച. ഇറാന്റെ ആത്മീയ നേതാവായ അയ്യത്തുള്ള ഖുമൈനി യുദ്ധം ചെയ്യണം എന്ന് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ ജോൺ സേട്ടൻ സൂചിപ്പിച്ചതുപോലെ പെർഷ്യയുടെ കാര്യം പറഞ്ഞു. ഇസ്രയേൽ എന്ന രാജ്യം ചുറ്റപ്പെട്ട് കിടക്കുന്നത് ഒരു ഭാഗത്ത് മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ജോർദാൻ, ഈജിപ്റ്റ്, ടർക്കി, സിറിയ, സൗദി ഒക്കെയാണ്. എന്റെ ചോദ്യം ഇതാണ്, ഇസ്രയേലിനെ നിലനിന്നേ തീരൂ, ഇസ്രയേലിനെ സർവൈവ് ചെയ്തേ തീരൂ. അതുകൊണ്ട് ആ യുദ്ധം തുടരും. പക്ഷേ ഇറാൻ എന്തായിരിക്കും അടുത്ത റോള്? അയ്യത്തുള്ള ഖുമൈനിയുടെ മനസ്സിൽ എന്തായിരിക്കും? അയ്യത്തുള്ള ഖുമൈനി ഒളിവിൽ പോയതായി റിപ്പോർട്ടുണ്ട്. കേൾവില്ലാത്ത അത്യാധുനിക മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇസ്രയേൽ പേജറിൽ ചെറിയ സ്ഫോടന ബോംബ് എന്ന് തന്നെ പറയാം, അതുപോലെ തന്നെ അത്യാധുനിക അത് ഇന്റർസെപ്റ്റ് ചെയ്ത് അത് അയച്ചു കൊടുക്കുന്ന കമ്പനിയിൽ തന്നെ നേരിട്ട് ഇടപെട്ടിട്ടാണ്. ഇത്രയധികം ലോകത്ത് ഇത്രയധികം ടെക്നിക്കൽ സ്കില്ലും ചാരസംഘടനയും ചാരപ്രവർത്തനവും ഒക്കെ ഉള്ള ഒരു രാജ്യമാണോ ജൂതൻ? അല്ലെങ്കിൽ നമ്മൾക്ക് ഞാൻ ഇതിന്റെ ഇടയോടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വിഷയം കൂടിയായിട്ട് ഞാൻ പറയേണ്ടി വരും. എന്താ വെച്ചാലേ, ഇന്ന് ലോകത്തിലെ നോബൽ സമ്മാനം നേടി നമ്മൾ അവരുടെ ജനസംഖ്യ 1 കോടിയുടെ താഴെയെന്ന് പറഞ്ഞല്ലോ. ഈ നോബൽ സമ്മാന ജേതാക്കൾ എടുത്തു നോക്കിയാൽ അതിൽ ഏറ്റവും കൂടുതൽ യഹൂദ ജനങ്ങളാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് തൊട്ട് ഏതൊക്കെ ടെക്നോളജി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അത് മുഴുവനും യഹൂദന്റെയാണ്. ലോകത്തിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും അഡ്വാൻസ് ആയിട്ട് കണ്ടുപിടിക്കും. അപ്പം ഇത്രയും ചെറിയൊരു രാജ്യം ഇത്രയും കുറച്ച്
എന്താ പറയുക കാലം ഒരു 19 വർഷം കൊണ്ട് ഉടലെടുത്തൊരു രാജ്യം ഇത്രമാത്രം കണ്ടുപിടുത്തങ്ങളും ഇത്രമാത്രം ഉന്നത ലെവലിൽ ലോകത്തിന്റെ സമസ്ത മേഖലയിൽ ഇതിൽ ഇസ്രായേൽ കാണാനായിട്ട് സാധിക്കില്ല. കാരണം ഈജിപ്ത്, ജോർദാൻ, ലെബനൻ, സിറിയ, ഇറാഖ്, സൗദി അറേബ്യ, ഇറാനൊക്കെ കാണുന്നില്ല, ഇസ്രായേൽ കാണില്ല. കണ്ടോ, വെറൊരു പൊട്ടാണ്. ചുറ്റുവട്ടം നിറഞ്ഞു നിൽക്കുന്ന പച്ച കളറിലുള്ള രാജ്യങ്ങൾ മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളാണ്. ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു പൊട്ടാണ്. ഇവർ എല്ലാവരും കൂടി ഒരുമിച്ച് ശ്വാസം വലിച്ചു വിട്ടാൽ ഇസ്രായേൽ തീരും എന്നാണ് യഥാർത്ഥ സത്യം. പക്ഷേ എന്തുകൊണ്ട് അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ഇറാൻ ഷിയ വിഭാഗത്തിന് ആധിപത്യമുള്ള സ്ഥലമാണ്. സൗദി, UAE പോലെയുള്ള സ്ഥലങ്ങൾ സുന്നി വിഭാഗമാണ്. അപ്പോൾ സുന്നികളും ഷിയകളും തമ്മിൽ ഇസ്ലാമിൻ്റെ ഞങ്ങളാണ് യഥാർത്ഥ അവകാശികൾ തമ്മിൽ ഭയങ്കര മത്സരം ഈ ഇസ്ലാമിൻ്റെ ആരംഭകാലം തൊട്ടേ ഉണ്ടെന്ന്. അപ്പോൾ ഒരു കാലത്ത് ഇസ്രായേൽ ഉടലെടുത്ത സമയത്ത് ഈ അറബ് രാജ്യങ്ങൾ എല്ലാം കൂടി ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച സമയത്ത് ഇറാൻ ഒരിക്കലും ഇസ്രായേലിന് ശത്രു ആയിരുന്നില്ല. കാലം കഴിഞ്ഞ് ഇറാനിൽ മത നേതൃത്വം അധികാരത്തിൽ വന്നതിന് ശേഷം ഇസ്ലാമിന്റെ യഥാർത്ഥ അവകാശികൾ ഞങ്ങളാണ് എന്ന് സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇസ്രായേലിനെ ഈ ഭൂമി തുടച്ചു നീക്കപ്പെടുകയാണെങ്കിൽ ഇറാൻ ഇസ്ലാമിക ലോകത്തിന്റെ അനിഷേധ്യ നേതാവായിട്ട് മാറും. സൗദിയിൽ നിന്നും രാജപട്ടം ഇറാന് കിട്ടുന്ന ഒരു അധികാര തർക്കമാണ് ഇതിൽ. അതിൽ ഇസ്രായേലിനെ തകർക്കുന്നവൻ ആരോ അവനാണ് രാജാവ്. അതുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ഈ എന്താ പറയാ തീവ്രവാദ സംഘടനകൾ, മതം പഠിച്ച മതഭ്രാന്തന്മാരായ മുഴുവൻ ആളുകളും ഇസ്രായേലിനെതിരെ ശബ്ദിക്കുന്നത്. ഓക്കെ, എന്റെ അടുത്ത ചോദ്യം, നമ്മളൊക്കെ ഭയപ്പെടുന്ന ലോകം ഭയപ്പെടുന്നത് ഇതൊരു വീണ്ടും ഒരു ലോകമഹായുദ്ധത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്കയിലാണ്. രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുള്ളത്, എന്തായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ അമേരിക്കയുടെയും റഷ്യയുടെയും ഈ യുദ്ധത്തിനോടുള്ള, അല്ലെങ്കിൽ ഇസ്രയേൽ ഹിസ്ബുള്ള ആ പ്രശ്നത്തോടുള്ള സമീപനം? നമ്മൾ കേരളത്തിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും ലോകം മുഴുവനുള്ള എല്ലാ ശക്തികളും ഇസ്രായേലിനെതിരെയാണെന്ന്. സത്യത്തിൽ അങ്ങനെയല്ല. ഇപ്പം നമ്മൾ സൗദി അറേബ്യ, UAE, ബഹ്റിൻ പോലെയുള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ ഈജിപ്ത്, പല രാജ്യങ്ങളും ഉള്ളാലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് എതിരെയാണ് അവരുടെ മനസ്സ്. യൂറോപ്പിലാണെങ്കിലും ആഗോളപരമായി തീവ്രവാദം എന്ന് പറഞ്ഞാൽ ലോക രാജ്യങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇത് മൊത്തം എല്ലാ ലോകരാജ്യങ്ങളിലും മനസ്സ് തീവ്രവാദത്തിനെതിരെയാണെന്ന്. സത്യത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നുണ്ടെങ്കിലും പരസ്യമായിട്ട് അവർ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ 130 അല്ലെങ്കിൽ 150 കോടി ജനം ഉണ്ടെങ്കിൽ ഒരു 100 കോടി ജനങ്ങളും എന്താണ് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എതിരാണ്. ഈ രണ്ട് രാജ്യങ്ങളുടെ നിലപാടും കൃത്യമായിട്ട് എന്തായിരിക്കാം എന്ന് താങ്കൾ ഇപ്പോ റഷ്യനെ സംബന്ധിച്ചോളം ഉക്രൈനായിട്ടൊരു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അവർക്ക് അവരുടെ എല്ലാ സർവശക്തി സന്നാഹങ്ങളും അവിടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ഒരു അവസ്ഥയാണ് നിൽക്കുന്നത്. ആ സമയത്ത് റഷ്യ ഒരിക്കലും തൽക്കാലം പരസ്യമായിട്ട് ഇതിൽ ഇടപെടാനായിട്ട് ശ്രമിക്കില്ല. കാരണം അമേരിക്കനെ സംബന്ധിച്ചോളം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോകത്തിന്റെ ഒരു ആധിപത്യം എന്നും അവരുടെ കയ്യിൽ നിലനിർന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തിയാണ്. പൊതുവെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്ന രാജ്യങ്ങൾ ശക്തി ആർജിച്ചാൽ അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വളരെയധികം തടസ്സം നേരിടും. ഉദാഹരണമായിട്ട് നമ്മൾ മറ്റേ ഈജിപ്തിലെ കനാല്, സൂയസ് കനാൽ, അതെ, അവിടെ യമൻ അല്ലെ ഹൂതികള്, ഇറാൻ അവിടെ അത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് ചരക്ക് നീക്കം മൊത്തത്തിൽ സ്തംഭിക്കും. അതുപോലെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ മേഖലയും സ്തംഭിക്കുന്നു. അപ്പൊ ലോകത്തിനെ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്ന തീവ്രവാദി സംഘടനകളുടെ ശ്രമത്തിനെതിരെ അമേരിക്ക ശക്തമായ പിന്തുണ ഇസ്രായേലിന് കൊടുക്കും. മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ഒപ്പം തന്നെ നിൽക്കും. ജോൺ ചേട്ടാ, ലോകത്തിന്റെ സമാധാനവാഹകനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പ വെടിനിർത്തൽ നിലവിൽ വരുത്തണമെന്ന് ആവർത്തിച്ച്
പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓക്കെ. എന്തായിരിക്കാം ഈ ഇസ്രയേലിന്റെയും അതുപോലെ തന്നെ ഹിസ്ബുള്ളയുടെ അല്ലെ ലെബണന്റെയും ഇറാന്റെയും ഫ്രാൻസിസ് മാർപ്പാപ്പയോടുള്ള അഭ്യർത്ഥനയോടുള്ള ഒരു നിലപാട്? ഹമാസ് എന്ന് പറഞ്ഞ ഒരു തീവ്രവാദ സംഘടനയാണ്. അവരുടെ ലക്ഷ്യം ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അടുത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ സമാധാനം എന്ന് പറഞ്ഞാൽ അവർ കേൾക്കാൻ പോകുന്നില്ല. ഹിസ്ബുള്ളയുടെ അടുത്ത് പറയാണ് നിങ്ങൾ സമാധാനം സ്ഥാപിക്കാൻ പറഞ്ഞ അവര് ഒരിക്കലും തയ്യാറാവുന്നില്ല. ഇസ്രായേൽ സമാധാനം ആഗ്രഹിച്ച് അവർ വെടി നിർത്തിയാൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഈ ഹമാസും ഹിസ്ബുള്ളിൽ ഹൂതി ഇറാൻ എല്ലാം കൂടി ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേലിന് പൊരുതിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറൊരു വഴിയില്ല. അപ്പൊ മാർപ്പാപ്പയ്ക്ക് അവിടെ നിന്നിങ്ങനെ പറയാം, മാർപ്പാപ്പയ്ക്ക് ഹമാസിനോടും ഹിസ്ബുള്ളിയോടും ഇറാനോടും ഒരു യഹൂദിനെ ജീവന് ഒരു ഭീഷണി വരാത്ത തരത്തിൽ നിങ്ങൾ ഒരു തീരുമാനമെടുക്കുക. യഹൂദ രാജ്യം അവിടെ നിലവിൽ നിൽക്കും. യഹൂദനെതിരെ ഒരു സ്റ്റാൻഡ് എടുക്കരുത് എന്ന് പരസ്യമായിട്ട് പറഞ്ഞാൽ യഹൂദൻ ഒരിക്കലും അങ്ങോട്ട് ആക്രമിക്കില്ല. അവന് മതം വളർത്തേണ്ട ആവശ്യവുമില്ല. അവൻ അവിടെ സമാധാനമായിട്ട് ശാന്തമായിട്ട് ജീവിച്ചു പോകണമെന്നുള്ളൂ. അതിനെതിരെ വരികയാണെങ്കിൽ അവൻ എന്തായാലും അവൻ ജീവൻ മരണ പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കും. അത് മാർപ്പാപ്പ പറഞ്ഞാലും ഐക്യരാഷ്ട്രസഭ പറഞ്ഞാലും അമേരിക്ക പറഞ്ഞാലും റഷ്യ പറഞ്ഞാലും ചൈന പറഞ്ഞാലും കേൾക്കില്ല. കാരണം എന്നെ ഒരാൾ കൊല്ലാൻ വരികയാണ്. അപ്പൊ എന്റെ അടുത്ത് കൊല്ലാൻ വരുന്ന അക്രമികളോട് നിങ്ങൾ സമാധാനമായിരിക്കും സമാധാനം പറയാണ്ട് എന്നോട് സമാധാനമായിരിക്കുക എന്നുകൊണ്ട് എന്നെ അവൻ കൊല്ലില്ലേ. പിന്നെ ഞാൻ എന്ത് ചെയ്യും? കിട്ടിയതെടുത്ത് ഞാൻ അടിക്കില്ലേ? ഇത്ര മാത്രം ഉള്ളതില്. ജോൺസേട്ടാ, വളരെ ചുരുക്കത്തിൽ ഒന്ന് അവസാനിപ്പിച്ചിരിക്കും. എന്തായിരിക്കും ഇനിയുള്ള നാളുകളിൽ, ഇനിയുള്ള വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇസ്രയേലിലെ തന്ത്രം ഉണ്ടായിരിക്കും? അതുപോലെ തന്നെ ഞാൻ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ടല്ലോ, വലിയ തിരിച്ചടിയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് ഇപ്പോൾ കളി ഇസ്രായേലിന്റെ കയ്യിലാണ് പന്ത്. കാരണം ഇസ്രായേലിന് വളരെ ചെറിയ സ്ഥലമാണുള്ളത്. അപ്പോൾ ഒരു യുദ്ധം ഇസ്രായേലിൽ വരികയാണെങ്കിൽ ഇസ്രായേലിലെ ജനത്തിനും ഇസ്രായേൽ പ്രദേശത്തുമായിരിക്കും യുദ്ധം കേന്ദ്രീകരിക്കപ്പെടുക. അതുകൊണ്ട് അവർ ഇപ്പോൾ ഇസ്രായേലിന്റെ തന്ത്രം വെച്ച് കഴിഞ്ഞാൽ ഹമാസിന്റെ കയ്യിലുള്ള പ്രദേശങ്ങൾ, ലെബനന്റെ ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള പ്രദേശങ്ങൾ, ലെബനൻ, ഏതൊക്കെ രാജ്യം ഇസ്രായേലിനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയോ തീവ്രവാദപരം നടത്തും ആ ഭാഗം മുഴുവനും കുറേശ്ശെ കീഴ്പ്പെടുത്തി എടുത്ത് ഇവരുടെ രാജ്യത്ത് യുദ്ധം വരാതെ എതിർ രാജ്യത്ത് യുദ്ധത്തിന്റെ ഗതിയെ നിർത്തി ഇവരുടെ രാജ്യത്തെ ജനങ്ങൾക്ക് ഒരു പരുക്കും പറ്റാതെ നിർത്തുന്ന ഒരു തന്ത്രത്തിലാണ് ഇസ്രായേലിന്റെ നീക്കം. ജോൺസേട്ടാ, എന്റെ അവസാനത്തെ ചോദ്യം, ഇപ്പം നമ്മുടെ ചാനലുകൾ, നമ്മുടെ പത്രമാധ്യമങ്ങൾ ഈ യുദ്ധത്തെ എങ്ങനെ കാണുന്നു? ചില വിമർശനങ്ങളുണ്ട്. അത് എല്ലാ പത്രങ്ങളും ഒരേ തരത്തിലുള്ളൊരു വ്യാഖ്യാനങ്ങളായിട്ടാണ് യുദ്ധത്തിനെ കുറിച്ച് പോകുന്നത്. മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഹിഡൻ അജണ്ട യുദ്ധത്തെ കുറിച്ചുണ്ടോ? അവരെ സംബന്ധിച്ചുള്ള ആകെ കൂടിയുള്ളത് അജണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് റേറ്റിംഗ് കിട്ടാന്നുള്ളത് മാത്രമാണ്. ഇവിടെ ഇസ്രായേലിലെ യഹൂദ ജനം കേരളത്തിലില്ല. ഇവിടെ ഉള്ളതും ഭൂരിഭാഗം ഹിന്ദു, ഇപ്പൊ ഒരു 30% മുസ്ലിംസ്. ലോകത്തുള്ള എല്ലാ സംഭവങ്ങൾക്കും ചർച്ച ചെയ്യുന്നൊരു അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ ചാനലുകൾ റേറ്റിംഗ് കിട്ടണമെങ്കിൽ ഇസ്രായേലിനെ പിന്തുണച്ച് നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മാധ്യമങ്ങൾക്ക് സർക്കുലേഷൻ കിട്ടുന്നില്ല. പത്രങ്ങളിൽ ഇപ്പൊ മനോരമയാണെങ്കിലും മാതൃഭൂമിയാണ് ഇസ്രായേലിനെ പിന്തുണച്ച് ലേഖനങ്ങൾ എഴുതി അല്ലെങ്കിൽ ചാനൽ വരികയാണെങ്കിൽ എന്ത് സംഭവിക്കും? പത്രം തന്നെ ഒരു വിഭാഗം ആളുകൾ വാങ്ങിക്കാതിരിക്കാം. അപ്പൊ ഇസ്രായേലിനെതിരെ വാർത്തകൾ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള വാർത്തകൾ വെച്ചാൽ ഇവിടെ ഇസ്രായേലി യഹൂദ ജനോട് ഇല്ല. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കും ഈ സത്യം എന്താണെന്ന് അറിയാം. പക്ഷെ എങ്കിലും അവരിവിടെ വോട്ട് ബാങ്ക് അല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെതിരെ കേരളത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ആഗോള തലത്തിൽ സത്യം ഇതല്ല. ലോകം മുഴുവനും എന്താണ് സത്യം എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇറാനെ പിന്തുണയുമായി ഇസ്ലാമിക രാജ്യങ്ങൾ പോലും രംഗത്തില്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ ജോൺസേട്ടാ, നമ്മൾ ഇത്രയും നാൾ, എനിക്ക് തോന്നുന്നു ജോൺസേട്ടാ, നമ്മൾ ഇത്രയും നാള് ഈ സാർവദേശീയ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് പശ്ചിമ ഏഷ്യയൊക്കെ. എന്തായാലും ഒരുപാട് നന്ദി ജോൺസേട്ടനും പ്രേക്ഷകർക്കും.